രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള ബംഗളൂരുവിലെ കടസോനപ്പഹള്ളിയിലെ ഒരു സ്വകാര്യ കോളേജ് ക്യാമ്പസിനെ ഞെട്ടിച്ചുകൊണ്ടാണ് കുടക് സ്വദേശിനിയായിട്ടുള്ള 19 വയസ്സുള്ള BBA വിദ്യാർത്ഥിനി സന പർവീണിനെ വാടക വീടിന്റെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഠനത്തിനായി നഗരത്തിലെത്തിയ ഒരു യുവജീവിതം പെട്ടെന്ന് ഒരു വാടക മുറിയിലെ കയർത്തുമ്പിൽ അവസാനിച്ചതിന്റെ ആഘാതം സഹപാഠികളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഒരു ആത്മഹത്യ എന്നതിലുപരി ഒരു മലയാളി സീനിയർ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക മാനസിക പീഡനമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന ആരോപണം സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. സനയുടെ മരണത്തിൽ കോളേജിലെ സീനിയർ വിദ്യാർത്ഥിയും ചാവക്കാട് സ്വദേശിയുമായിട്ടുള്ള റിഫാസിന്റെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവം വിദ്യാർത്ഥി സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഹോസ്റ്റൽ മുറികളിലും വാടക മുറികളിലും താമസിക്കുന്ന യുവതലമുറ നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളെയും സമ്മർദ്ദങ്ങളെയും കുറിച്ച് ശക്തമായിട്ടുള്ള ഒരു ചർച്ചകൾക്ക് ഇപ്പോൾ വഴിമരുന്നിടുന്നുണ്ട്. സനയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സനയും റിഫാസും തമ്മിൽ കോളേജുമായി ബന്ധപ്പെട്ട സൗഹൃദം നിലനിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സൗഹൃദത്തെ റിഫാസ് ചൂഷണത്തിനുള്ള ഒരു മറയാക്കി ഉപയോഗിച്ചു എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. റിഫാസ് പെൺകുട്ടിയുടെ സ്വർണം തട്ടിയെടുക്കുകയും ഇത് കൈക്കലാക്കിയ ശേഷം കൂടുതൽ പണം ആവശ്യപ്പെട്ട് സനയെ നിരന്തരം ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക ബാധ്യതയും ഭീഷണികളും സനയ്ക്ക് കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കിയത്. പഠനത്തിന്റെ പിരിമുറുക്കങ്ങൾക്കൊപ്പം അടുത്ത സൗഹൃദത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഈ സാമ്പത്തിക മാനസിക പീഡനം ആ യുവമനസ്സിന് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിദ്യാർത്ഥി സൗഹൃദങ്ങൾ എങ്ങനെയാണ് സാമ്പത്തിക ചൂഷണത്തിലേക്കും വൈകാരിക ചൂഷണങ്ങളിലേക്കും വഴിമാറുന്നത് എന്നതിന്റെ ഒരു നേർചിത്രമാണ് ഈ സംഭവം. സന ആത്മഹത്യ ചെയ്ത ദിവസം വാടക മുറിയിലെ സംഭവ വികാസങ്ങൾ ദുരൂഹതകൾ നിറഞ്ഞതാണ്. സന മറ്റു 3 വിദ്യാർത്ഥിനികൾക്കൊപ്പമാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ ദിവസം റൂംമേറ്റ്സിൽ ഒരാൾ നാട്ടിലും മറ്റു 2 പേർ കോളേജിലുമായിരുന്നു. തലവേദനയാണെന്ന് പറഞ്ഞ് അവധിയെടുത്ത സന മുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇവിടെയാണ് റിഫാസിന്റെ അസ്വാഭാവികമായിട്ടുള്ള ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. രാവിലെ ഏകദേശം 10 മണിയോടുകൂടി റിഫാസ് സനയുടെ വാടക മുറിയുടെ ഉടമയെ ഫോണിൽ വിളിച്ച് സന ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. റിഫാസിന്റെ ഈ പെരുമാറ്റം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സന ആത്മഹത്യക്ക് ശ്രമിക്കുന്ന വിവരം റിഫാസ് എങ്ങനെ അറിഞ്ഞു? ഭീഷണിപ്പെടുത്തുകയും ശല്യം ചെയ്യുകയും ചെയ്ത വ്യക്തി എന്തിനാണ് കൃത്യസമയത്ത് റൂം ഉടമയെ വിളിച്ച് വിവരം നൽകിയത്? ഇത് നിയമപരമായിട്ടുള്ള ഒരു പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മുൻകൂർ ജാമ്യമായിട്ടുള്ള ഒരു ശ്രമമാണോ, അതോ അവസാന നിമിഷമുണ്ടായിട്ടുള്ള ഒരു മനസ്താപത്തിന്റെ ഫലമാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സനയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തിയ പോലീസ് റിഫാസിനെ വിശദമായി ചോദ്യം ചെയ്യുന്ന പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ സാങ്കേതിക മേഖലയിൽ നിന്നാകും ലഭിക്കുക. സനയുടെ ഫോൺ രേഖകളും റിഫാസുമായുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും കോളുകളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ ഡിജിറ്റൽ തെളിവുകളും റിഫാസിന്റെ ഭീഷണിയുടെ സ്വഭാവം, പണം ആവശ്യപ്പെട്ടുള്ള ശല്യപ്പെടുത്തലുകളുടെ തീവ്രത, ആത്മഹത്യക്ക് തൊട്ടു മുൻപ് ഇരുവരും തമ്മിൽ എന്തെങ്കിലും ആശയവിനിമയം നടന്നിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തും. കൂടാതെ റിഫാസ് സ്വർണം തട്ടിയെടുത്തത് എങ്ങനെ, ഇത് വിറ്റുപോയിട്ടുണ്ടോ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തും. ഈ സംഭവം കോളേജ് ക്യാമ്പസിലെ സീനിയർ ജൂനിയർ ബന്ധങ്ങളിലെ ഇരുണ്ട വശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. സീനിയർ വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ജൂനിയർ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ചും പെൺകുട്ടികളെ സാമ്പത്തികമായും വൈകാരികമായും ചൂഷണം ചെയ്യുന്ന പ്രവണത ക്യാമ്പസുകളിൽ അസാധാരണമല്ല. അധികാരം ദുരുപയോഗം ചെയ്യാനുള്ള ഈ സാധ്യത പലപ്പോഴും ജൂനിയർ വിദ്യാർത്ഥികളെ നിശബ്ദരാക്കുകയും ചൂഷണങ്ങളെക്കുറിച്ച് പുറത്തു പറയാൻ മടിക്കുകയും ചെയ്യുന്നു. ആ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. റിഫാസിന്റെ സീനിയർ സ്ഥാനം സനയെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിൽ വരും. ക്യാമ്പസ് അന്തരീക്ഷം യുവജനങ്ങൾക്ക് സുരക്ഷിതമായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുകയാണ്. പഠനത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് ഈ സംഭവം വലിയ ആശങ്കയാണ് നൽകുന്നത്. വീട്ടിൽ നിന്ന് അകലെ സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിർബന്ധിതരാകുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും ഒറ്റപ്പെടുത്തലിന്റെയും മാനസിക സമ്മർദ്ദത്തിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഈ ഒറ്റപ്പെടലാണ് പലപ്പോഴും ചൂഷകരെ സംബന്ധിച്ച് അവസരമായി മാറുന്നത്. സനയെ പോലെ സ്വന്തം പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ വിദ്യാർത്ഥികൾ ആത്മഹത്യ പോലുള്ള കടും കൈകളിലേക്ക് തിരിയുകയാണ്. ഹോസ്റ്റൽ അധികൃതരുടെയും കോളേജ് അധികൃതരുടെയും കൗൺസിലിംഗ് സംവിധാനങ്ങളും മറ്റ് ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കേണ്ടതാണ്. റിഫാസിനെതിരെ ചുമത്തിയിട്ടുള്ള ആത്മഹത്യാ പ്രേരണാ കുറ്റം തെളിയിക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പ്രതിയുടെ പ്രവർത്തികൾ നേരിട്ട് മരണത്തിലേക്ക് നയിച്ചു എന്ന് സ്ഥാപിക്കാൻ ശക്തമായിട്ടുള്ള ഒരു തെളിവുകൾ ആവശ്യമാണ്. റിഫാസിന്റെ തുടർച്ചയായിട്ടുള്ള ഭീഷണികളും സാമ്പത്തിക ചൂഷണവും സനയുടെ മാനസിക നിലയെ തകർത്തു എന്നും ആത്മഹത്യ ചെയ്യാൻ മറ്റൊരു കാരണം ഉണ്ടായിരുന്നില്ല എന്നും കോടതിയിൽ സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിയണം. റിഫാസ് റൂം ഉടമയെ വിളിച്ച വിവരം അറിയിച്ച സംഭവം കേസിന്
കേസിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങളിലെ ചില സംശയങ്ങൾക്ക് ഇട നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ കേസിന്റെ ഗതിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഇനി കണ്ടറിയണം. കേസിലെ സാമ്പത്തിക മാനസിക പീഡനങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് സോഷ്യൽ മീഡിയ വഴിയോ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയോ നടന്നിട്ടുണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതുണ്ട്. ആധുനിക കാലത്തെ വിദ്യാർത്ഥി ബന്ധങ്ങളിൽ സൈബർ ഇടപെടലുകൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഭീഷണിപ്പെടുത്തലുകൾ, ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമങ്ങൾ, ഓൺലൈൻ ട്രോളിംഗ് എന്നിവയെ ആത്മഹത്യാ പ്രേരണയായി മാറുകയും ചെയ്യാം. സനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇരുവരും തമ്മിലുള്ള സംഭാഷണങ്ങൾ എന്നിവ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ റിഫാസിന്റെ ശല്യം ചെയ്യലിന്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയൂ. സൈബർ പീഡനം ഒരു കൊലപാതക ശ്രമത്തിന് തുല്യമായി കണക്കാക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുകയാണ്. സനയുടെ ദാരുണമായിട്ടുള്ള മരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കണം. കോളേജുകളിലും ഹോസ്റ്റലുകളിലും വിദ്യാർത്ഥികൾ രഹസ്യമായി പരാതിപ്പെടാൻ കഴിയുന്ന ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ലൈംഗിക പീഡനം, സാമ്പത്തിക ചൂഷണം, റാഗിംഗ് എന്നിവയിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം നൽകാൻ കർശന നിയമങ്ങൾ നടപ്പിലാക്കണം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിനായി വിദഗ്ധ കൗൺസിലിംഗ് സേവനങ്ങൾ നിർബന്ധമാക്കേണ്ടതുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്.